സ്ലീബാവന്ദനവന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നു. ശുഭഹോല ബോലുബറോൽ റോഹകാദീശോ ദൈവമായ കർത്താവേ, നിന്റെ വിശുദ്ധ സ്ലീബായാൽ നിങ്ങളുടെ ആത്മാക്കൾ ദൃഢമാക്കപ്പെടുവാനും ദൈവോചിതമായ വിശുദ്ധിയോടുകൂടി നിന്നെ വന്ദിക്കുവാനും നിങ്ങളുടെ ശാരീരിക അവയവങ്ങളെ സദാ നിഹനിച്ചുകൊണ്ട് നിന്റെ കർത്തകൽപ്പന പ്രകാരം ക്രിസ്തീയമായതിനെ ഞങ്ങളുടെ തോളിൽ വഹിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ നിത്യദൈവമേ, നിന്റെ സ്ലീബായ വന്ദിക്കുവാനും നിന്റെ വന്ദനാമത്തെ ഏറ്റുപറയുകയും ചെയ്യുന്നവർക്ക് നീ പ്രതിഫലം കൊടുക്കുന്നതായ സ്വർഗത്തിൽ നിന്നുള്ള നിന്റെ മഹനീയമായ പ്രത്യക്ഷതയെ യഥാർത്ഥ ജീവനാകുന്നതിൽ പൂർണ്ണ ദൈവഭയത്തോടുകൂടി ഞങ്ങൾ ജീവിക്കുകയും ചെയ്യുമാറാകണമേ. മോറാൻ വാലോഹാൻ ലൗൽമീൻ. ദൈവമേ, നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധം പോലെ എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ നിയമങ്ങൾ നീ ജയിക്കുകയും ചെയ്യും. എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ അനുഭവിച്ചു, പാപങ്ങൾ എന്റെ മാതാവിന്റെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികളിൽ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്റെ തിരുമുഖം ധരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ളതിന്റെ റൂഹ എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്കലേക്ക് തിരിയുകയും ചെയ്യും. എന്തെന്നാൽ ബലികൾ നീ തിരുമനസ്സായില്ല, ഹോമബലികൾ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല.
എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തുകൊണ്ട്? ഗോകുൽത്തായിൽ എന്റെ ആത്മാവ് എന്നെ ജീവിപ്പിക്കുന്നവനായ ദൈവത്തിൽ സന്തോഷിച്ചു. എന്തെന്നാൽ അവൻ തന്റെ ദാസന്റെ താഴ്മയേക്ക് നോക്കിക്കണ്ടിരിക്കുന്നു. കണ്ടാലും ഇത് മുതൽ സകല വംശങ്ങളും എനിക്ക് ഭാഗ്യം തരും. അവൻ തന്റെ ഭുജം കൊണ്ട് ജയമുണ്ടാക്കി തങ്ങളുടെ ഹൃദയവിചാരത്തിൽ അഹങ്കാരികളായവരെ ചിന്തിച്ചു. അവൻ ബലവാന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്തു. ദേവേശ
ഞങ്ങളെ രക്ഷിച്ചതിനാൽ നിൻ ശ്രീവായ നമിക്കുന്നു. ഉന്നതനാം ദേവേശ സ്വർഗ്ഗസ്ഥ കൃപയാൽ സഭയിൽ പുണ്യത്തിൻ ബലിപീഠത്തെ സ്ഥാപിച്ചോനേ, പരിശുദ്ധൻ നീ എന്നേക്കും. വിശ്വാസികൾ ഞങ്ങൾക്ക് അഭയമതും രക്ഷയുമരുളാൻ ശാപമിഴും യൂതന്മാർ ഗോഗുൽത്തായിൽ തരുവിന്മേൽ ക്രൂശിച്ചോനാ, സർവ്വർക്കും പ്രാണനാകും മശിഹായേ, തന്മൂലം സ്തുതി സതതം ചെയ്തിടും നിങ്ങൾ. വിശ്വാസികൾ ഞങ്ങൾക്ക് അഭയമതും രക്ഷയുമരുളാൻ യെരൂശലേം ഗോഗുൽത്തായിൽ ക്രൂശിച്ചോൻ, ഗഗനത്തിൽ പകലോൻ മങ്ങി ശിലചിതറി മൃത്യുഗതന്മാരുയർപ്പൂണ്ടു, തന്മൂലം സ്തുതി സതതം ചെയ്തിടും നിങ്ങൾ. വിശ്വാസികൾ ഞങ്ങൾക്ക് അഭയമതും രക്ഷയുമരുളാൻ ശാപമിഴും യൂതന്മാരെ യെരൂശലേമിൽ കക്കബ്സായിൽ തരുമയമാസ്ലീവാമേ, ക്രൂശിച്ചവനാം മശിഹായേ, തന്മൂലം സ്തുതി സതതം ചെയ്തിടും നിങ്ങൾ. പാലിക്കുമോ മെന്നവോലം വാദാമിൽ പോലം വൽമീനാമേ, ജീവസ്ലീവായേ സ്തുതി ചെയ്തും നദി ചെയ്തും സമ്മാനിച്ചും സാനന്ദം ചൊല്ലും നടിയ, ക്രൂശിതനായി ദോഷിയിൽ നിന്ന് അടിയാരെ രക്ഷിച്ചോൻ മശിഹാധന്യൻ, തന്മൂലം സ്തുതി സതതം ഞങ്ങൾ വന്ദിച്ചിടുന്നു. ആമേൻ. പ്രകാശത്തിന്റെ സൃഷ്ടാവിന് സ്തുതി. കർത്താവിന്റെ ഭൃത്യന്മാരെ സ്തുതി പാടുവിൻ. നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പിൻ. സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസ്തമനം വരെയും കർത്താവിന്റെ നാമം വലിയതാകുന്നു. ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് സദൃശ്യം ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ? ആകാശത്തിൽ കർത്താവിനെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിലെല്ലാം സ്തുതിപ്പീൻ. ആദിത്യചന്ദ്രന്മാരെ സ്തുതിപ്പിൻ. പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളും അവനെ സ്തുതിപ്പിൻ. ആകാശങ്ങളുടെ ആകാശങ്ങളും ആകാശങ്ങൾക്ക് മീതെയുള്ള വെള്ളങ്ങളും അവനെ സ്തുതിപ്പിൻ. അവർ താൻ നാമത്തെ സ്തുതിക്കട്ടെ. സൃഷ്ടിക്കപ്പെട്ടു, ഭൂമിയിൽ നിന്ന് മഹാസർപ്പങ്ങളും എല്ലാ ആഴങ്ങളും അഗ്നിയും കൽമഴയും ഉറച്ച വെള്ളവും ഹിമവും അവന്റെ വചന പ്രവൃത്തിയായ കാറ്റുകളും കൊടുങ്കാറ്റുകളുമേ കർത്താവിനെ സ്തുതിപ്പിൻ. ഭൂമിയിലെ രാജാക്കന്മാരും സകല ജനങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും ശിശുക്കളും കന്യമാരും വൃദ്ധന്മാരും യൗവനക്കാരും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. കർത്താവിന് പുതിയ പാട്ടും നീതിമാന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടുവിൻ. ഇസ്രായേൽ തന്റെ സൃഷ്ടാവിൽ സന്തോഷിക്കുകയും സിഹോന്റെ പുത്രന്മാർ തങ്ങളുടെ രാജാവിൽ
ആനന്ദിക്കുകയും ചെയ്യട്ടെ. നീതിമാന്മാർ ബഹുമാനത്തിൽ ബലപ്പെടും. അവർ തങ്ങളുടെ കട്ടിലുകളിൽ അവനെ സ്തുതിക്കുകയും തങ്ങളുടെ കണ്ടങ്ങൾ കൊണ്ട് ദൈവത്തെ പുഴുത്തുകയും ചെയ്യും. അവന്റെ ശുദ്ധസ്ഥലത്ത് സ്തുതിപ്പീൻ. അവന്റെ ശക്തിയുടെ ആകാശത്തട്ടിൽ അവനെ സ്തുതിപ്പിൻ. ചതുരത്തപ്പുകളാൽ അവനെ സ്തുതിപ്പിൻ. മാതിരിമുള്ള തങ്കികളാൽ അവനെ സ്തുതിപ്പിൻ. നാദമുള്ള കൈത്താളങ്ങളാൽ അവനെ സ്തുതിപ്പിൻ. ശബ്ദത്താലും ആർപ്പുളിയാൽ അവനെ സ്തുതിപ്പിൻ. എല്ലാ ശ്വാസവും കർത്താവിനെ സ്തുതിക്കട്ടെ. Amen.
ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. നോമതയുള്ളോർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ ഭൂമിയെ അവകാശമായി അനുഭവിക്കും. കരുണയുള്ളോർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് മേൽ കരുണയുണ്ടാകും. സമാധാനം നടത്തുന്നോർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അവർ നിങ്ങളെ നിന്ദിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുകയും എന്റെ നിമിത്തം നിങ്ങൾ സർവ്വദുർഗങ്ങൾ നിങ്ങൾ വ്യാജമായി പറയുമ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. മാനവരെ സംരക്ഷിപ്പാൻ താതാ
നുകരാൻ മശിഹ ജലമർത്തിച്ച ശബ്ദസമൂഹം കടുവീഞ്ഞും കാളിയുമേ തന്നാദത്താൽ ആഴിയുമാഴവുമങ്ങി തിരുസമസങ്കടപൂർവം ദേവനോടത്തി ചോദുന്നേ ഞങ്ങളെ മഹിത ശ്രീവായ നിരക്ഷിച്ചു നിൻവരവിങ്കൽ ഓർത്തിടണമെന്നേ നാഥാ. രക്ഷകനെ കബറിന്നു പറുദീസയിലെ കുയിലോളേറാൻ പാർക്കുന്ന മൃതർക്കായ പുണ്യം നൽകിയിടേണമേ. സാതാനീന്നു ഞങ്ങളെ വീണ്ടൊരു ശ്രീമായ ഭാഗ്യമോ ബോല ബറോവൽ റൂഹു കാദിശോ ബോലം വാദാമിൽ ബോലം വൽമീനാമി ബഹുമാന്യ മഹൽ ശ്രീമാ നഷ്ടമത പറുദീസായിൽ ഞങ്ങൾ നിന്നാലെ വീഴുമെന്നോതി പ്രണമിച്ചിട്ട ക്രൂശേ ചോര മശിഹായെ സ്തുതി ചെയ്യുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. മരത്തിന്മേൽ തൂക്കപ്പെട്ട് തന്റെ കൈനീട്ടി സജാതിയെയും വിജാതിയെയും കൂട്ടിച്ചേർത്ത സ്വർഗീയ സമാധാനവും പടിഞ്ഞാറോട്ടഭിമുഖമായി സ്ലീബമേൽ കയറി സകല സീമകളിൽ നിന്നും യഥാർത്ഥ സ്തുതിയും സത്യാരാധനയും കൈക്കൊണ്ട് ജഡം ധരിച്ച കർത്താവും തന്റെ ആടുകൾക്ക് വേണ്ടിയുള്ള കഴുതലാൽ തന്റെ ഉത്തമയുടെ യത്നം വെളിപ്പെടുത്തുകയും തന്റെ ഇടവയ്ക്ക് വേണ്ടി പ്രാണാർപ്പണം ചെയ്ത് തന്റെ മഹാകൃപയുടെ ബാഹുല്യത്തെ സ്ഥിരീകരിക്കുകയും തന്റെ മനോധൈര്യം മൂലം സകല ജാതികളെയും രക്ഷിക്കുകയും തന്റെ വലിയാൽ സർവരുടെയും പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്ത യഥാർത്ഥ ഇടയനുമായ കർത്താവിന് സ്തുതി. തനിക്ക് ഈ ശ്ലീബാവന്ദനവിന്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബുകുലഭൂന്യമോ സോദയാൻ ലവൽമീ. മഹോന്നതനായ ദൈവമേ, നിന്റെ രൂപത്തിൽ ഞങ്ങളെ നീ സൃഷ്ടിക്കുകയും നിന്റെ സാദൃശ്യത്തിൽ ഞങ്ങളെ നിർമ്മിക്കുകയും ചെയ്തതിനാൽ നിന്റെ നിത്യതയെ ഞങ്ങൾ വന്ദിച്ച് സ്തുതിച്ച് പുകഴ്ത്തുന്നു. മനുഷ്യവത്സലനെ, ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ നിന്റെ സ്തീഫ മൂലം ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശരണത്താ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തതിനാൽ
നിന്റെ രക്ഷയെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആദിയിൽ 6-ാം ദിവസം നിനക്ക് ആഗ്രഹം തോന്നിയിട്ട് ഞങ്ങളുടെ സൃഷ്ടിയെ നീ നിർവഹിച്ചു. ഓതം സോയിലെ മണ്ണ് നിന്റെ തൃക്കൈകളിൽ നീ എടുത്ത് മനഞ്ഞ് നിന്റെ രൂപസാമ്യത്തിൽ അതിനെ സജ്ജമാക്കി. നിന്റെ വായിലെ ശ്വാസത്തിൽ നിന്ന് അവന്റെ മുഖത്ത് നീ ദൈവശ്വാസമൂതി. അവൻ സൗന്ദര്യ സമ്പൂർണനായി ജ്ഞാനത്തിൽ തികഞ്ഞ് ഒരു അത്ഭുത ഭാജനമായി തീരുകയും ചെയ്തു. ബുദ്ധിഹീനത മൂലം അവൻ കൽപ്പന ലംഘിച്ച് നിന്ദിതനായപ്പോൾ ന്യായവിധിയാൽ കുറ്റാരോപണം ചെയ്യപ്പെടുകയും മരണത്താൽ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. കാരുണ്യവാനും കൃപാപൂർണനും ദയാലുമായ കർത്താവേ, അതിനുശേഷം നാശത്തെ കുറിച്ച് നിന്റെ കരുണ നിന്നെ പ്രേരിപ്പിക്കുകയും അവന്റെ രക്ഷയെ പ്രതി രഹസ്യപൂർണമായ വെള്ളിയാഴ്ച എന്ന 6-ാം ദിവസം തന്നെ നിന്റെ കൈകൾ സ്ലീബാമേൽ ആണികളാൽ തറയ്ക്കപ്പെടുകയും ചെയ്തു. ക്രൂശിൽ നിന്ന് തിരുമുഖത്ത് ശുദ്ധമായ തുപ്പൽ നീ സ്വീകരിച്ചു. അവനെ ജീവിപ്പിക്കുവാൻ വേണ്ടി തിരുവിലാവിൽ നീ കുന്തത്താൽ കുത്തുകൊണ്ടു. നിന്റെ പാർശ്വത്തിൽ നിന്ന് പ്രവഹിച്ച രക്തവും വെള്ളവും മൂലം അവൻ പുതിയ ജീവൻ സമ്പാദിച്ച് നവീകരിക്കപ്പെടുകയും ചെയ്തു. കർത്താവേ, ഇപ്പോൾ രക്ഷാകരമായ നിന്റെ കഷ്ടാനുഭവത്തിന്റെയും ജീവദായകമായ നിന്റെ സ്ലീബായുടെയും സ്മരണയുടെയും വെള്ളിയാഴ്ച ദിവസത്തിൽ സഭ നിന്റെ പ്രജകളുടെ വായ് വഴി നിന്നോട് അപേക്ഷിക്കുകയും ഈ സുഗന്ധധൂപത്തോടുകൂടി തിരുമുമ്പിൽ അഭയാചന നടത്തുകയും ചെയ്യുന്നു. ആദിയിൽ നിനക്ക് പ്രീതി തോന്നി സൃഷ്ടിക്കുകയും അവസാനം നീ രക്ഷിക്കുകയും ചെയ്ത പ്രകാരം ഇപ്പോഴും കരുണാപുരസ്സരം നിന്റെ സൃഷ്ടിയെ നീ ദർശിച്ച് നിന്റെ സ്ലീബാ മൂലം ഭൂതലത്തിന് മുഴുവനും സഹായം നൽകണമേ. നിന്റെ സ്ലീബായാൽ കോപത്തെ ശമിപ്പിക്കണമേ. നിന്റെ സ്ലീബായാൽ യുദ്ധങ്ങളെ ശാന്തമാക്കണമേ. നിന്റെ സ്ലീബായാൽ കലഹങ്ങളെ മായ്ച്ചു കളയണമേ. നിന്റെ സ്ലീബായാൽ ശിക്ഷകളെ തടയണമേ. നിന്റെ സ്ലീബായാൽ ശോഭിച്ചിരിക്കുന്നവരെ ശാന്തമാക്കണമേ. നിന്റെ സ്ലീബായാൽ കലഹകാരികളെ സമാധാനപ്പെടുത്തണമേ. നിന്റെ സ്ലീബായാൽ ഡംബത്തെ വിനീതമാക്കണമേ. നിന്റെ സ്ലീബായാൽ പ്രശംസയെ നശിപ്പിക്കണമേ. നിന്റെ സ്ലീബായാൽ ശത്രുതയെ ദൂരീകരിക്കണമേ. നിന്റെ സ്ലീബായാൽ കോപത്തെ ശമിപ്പിക്കണമേ. നിന്റെ സ്ലീബായാൽ ദുഷ്ടതയുടെ ഉഗ്രതയെ അമർത്തണമേ. നിന്റെ സ്ലീബായാൽ പള്ളികളെ സ്ഥിരപ്പെടുത്തണമേ. നിന്റെ സ്ലീബായാൽ ദേറാകളെ ദൃഢീകരിക്കണമേ. നിന്റെ സ്ലീബായാൽ പുരോഹിതന്മാരെ പ്രശോഭിപ്പിക്കണമേ. നിന്റെ സ്ലീബായാൽ ശമാശന്മാരെ പ്രശസ്തരാക്കണമേ. നിന്റെ സ്ലീബായാൽ ഞങ്ങളുടെ വൃദ്ധന്മാരെ താങ്ങണമേ. നിന്റെ സ്ലീബായാൽ യുവതിവാക്കളുടെ ഉന്മേഷത്തെ നിയന്ത്രിക്കണമേ. നിന്റെ സ്ലീബായാൽ ശിശുക്കളെ വളർത്തണമേ. നിന്റെ സ്ലീബായാൽ പാപികൾക്ക് മോചനം നൽകണമേ. നിന്റെ സ്ലീബായാൽ അപരാധികളോട് ഞങ്ങൾ ക്ഷമിക്കണമേ. ഇപ്പോൾ തിരുസന്നിധിയിൽ വന്ദിക്കുകയും നിന്റെ കഷ്ടാനുഭവങ്ങളെ ബഹുമാനിക്കുകയും നിന്റെ മുറിവുകളെ താലോലിക്കുകയും നിന്റെ വ്രണങ്ങളെ തഴുകുകയും നിന്റെ വടുക്കളെ ചുംബിക്കുകയും നിന്റെ സ്ലീബായാൽ പ്രശംസിച്ച് ആനന്ദിച്ച് അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന നിന്റെ ഇടവകയെ നീ ഭംഗിയായി ക്രമീകരിക്കണമേ. ഞങ്ങളെയും നിന്റെ സർവ്വജനത്തെയും പൂർണ്ണമായി നിരീക്ഷിക്കണമേ. നിന്റെ വാഗ്ദാനങ്ങൾ ഞങ്ങളുടെ അടുക്കൽ നിറവേറ്റണമേ. ഞങ്ങൾ പ്രസന്നതയോടെ നിന്റെ മഹനീയ പുനരുദ്ധാനത്തിലേക്ക് ചെന്ന് ചേരത്തക്കവണ്ണം നിന്റെ ഉയർപ്പാൽ ഞങ്ങളെ സന്ദർശിക്കണമേ. ഞങ്ങൾ നിന്റെ മണവറയിൽ തോഴന്മാരും നിന്റെ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടവരും നിന്റെ നിത്യരാജ്യത്തിലെ വാസികളുമായി തീരുമാറാകണമേ. അവിടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും മുടക്കം കൂടാതെ ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതി സ്തോത്രം കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുകുല സുബാലവൽമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളും
നൽകുകയും ചെയ്യുമാറാകട്ടെ. ദേവതനൂജൻ സ്കീപ്പായിൽ സ്വയമാർപ്പിച്ചേകി ലോകാധിപനാം നാഥൻ തൻ തൃക്കൈകളിലാത്മം കബറുകൾ പൂട്ടി പാറകളും ചിതറി സൃഷ്ടികളെല്ലാം സംഭ്രമമതിലാണ്ടു ദൈവസുരന്റെ വിലാപയൊക്കുന്ന താഴ്ചേന്തി മോചനമുലകത്തിനു നൽകും ജലവും രക്തമതും ഹല്ലേലൂയ പ്രവഹിച്ചതിൽ നിന്നും വെള്ളി മുന്തിരിയന്ത്രത്തെ യൂദന്മാർ നാട്ടി വീഞ്ഞുകുടിച്ചില്ലവർ വാഴ്വിൻ കുലമാലേച്ചേട്ടും പാപപിശരാ കാടികുടി ചെയ്യും തരുവിൻ മീതെ വാനവനന്ദനനെ ക്രൂശിച്ചതിനാലെ യെരൂശലേം സന്തതികൾ കവർന്നൻ മേശകൾ പണിയാമെന്നുള്ളൊരു ദിവ്യ ദാവീദിൻ ഹല്ലേലൂയ വചനം നിറവേറി പറയുമോ Bola bola boroval roho kadisho ഹല്ലേലൂയ കർത്താവമ്മയോടും വധുവാം സഭയോടും ചൊന്നു പ്രിയസുതരനോടു ചെയ്തെന്നന്വേഷി വരുവിൻ അബ്രാഹാമ്യ തരുവിൽ ക്രൂശിച്ചു യാക്കോബേന്മാർ താടിച്ചെങ്കവിൽ കുന്തത്താൽ കുത്തി സ്വഹിതം പോലെല്ലാം ചെയ്തു പ്രതിഫലമേകിടാനായി ഞാനാഗതനാകുമ്പോൾ ഹല്ലേലൂയ കഷ്ടമവർക്കയ്യോ മൂലം വാദാമിൽ മൂലം വൽമീനാമിൻ ഹല്ലേലൂയ മസിഹാവാനിൽ നിന്നെത്തി കരുവിൽ ക്രൂശിതന യൂദന്മാർക്കും ഒരു കൂറ്റൻ ബലിപീഠസ്ഥിതനായി വന്നേറിടുവിൻ ജാതികളെ സഭയെ എഴുന്നേൽക്കുക നീ സീയോൻ നിവദിച്ചു ജീവനെഴുന്നോരപ്പത്തിൻ മേശയതും നിന്നിൽ കർത്താവിന്റെ വിരാവിൽ നിന്നൂറ്റിയ കാസായും ഹല്ലേലൂയ സ്തുതി ചെയ്തിടുന്നു മറയ്ക്കുമോർ തന്റെ ആനന്ദ പരിമളത്താൽ ലോകത്തെ ആമോദിപ്പിക്കുന്നവനെ നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. നിന്റെ സ്ലീപാത്മീയതവുമായി തീരുകയും അതിന്റെ ആനന്ദ പരിമളത്താൽ നിന്റെ പിതാവിനെ നീ സൃഷ്ടിയുമായി രക്ഷപ്പെടുത്തുകയും ചെയ്തു. നിന്റെ കഷ്ടാനുഭവം അഗ്നിക്കും നിന്റെ സ്നേഹം സ്വന്തവർഗത്തിന് പരമായി തീർന്നിട്ട് നിന്റെ മനുഷ്യത്വത്തിന്റെ പൗരോഹിത്യം വഴിയായി നിന്റെ സ്കീപ്പാകുന്ന ധൂപം പിതാവിനെ നീ സമർപ്പിച്ചു. ഇപ്പോൾ തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ ധൂപം നിങ്ങളുടെ ദുർബല ഹസ്തങ്ങളിൽ നിന്ന് നീ അംഗീകരിച്ച് അതുപോലെ നിന്റെ ഇടവയ്ക്ക് പാപപരിഹാരവും മോചനവും നൽകി വിശ്വാസികളായ നിങ്ങളുടെ സകല പരേതർക്കും ആശ്വാസവും നല്ല ഓർമ്മയും നൽകുകയും ചെയ്യണമേ. തന്റെ അജയശക്തിയാൽ സകലവും പ്രവർത്തിക്കുന്നവനും ലോകത്തിന്റെ നാല് ദിക്കുകളെ നാലായി വികസിപ്പിക്കുകയും എന്നാൽ തന്റെ സ്നേഹം മൂലം അവയെ ഒന്നായി ബന്ധിക്കുകയും ചെയ്യുന്നവനും
ദുഷ്ടന്റെ ആധിപത്യത്തെ മായ്ച്ചു കളഞ്ഞ ബുദ്ധിയോപദേശം തന്നിൽ നിന്ന് താൻ മൂലമായി നമുക്ക് സമ്പാദിച്ചു തന്നവനുമായ കർത്തൃസ്വരൂപവും ദൈവത്തെ പോലെ ജീവനുള്ളവനായിരിക്കെ ശരീരപ്രകാരം മരത്തിന്മേൽ തൂക്കപ്പെട്ട കർത്താവും വിവേകശക്തിയുള്ള ഇസ്രായേലിന്റെ പരിശുദ്ധനുമായുള്ളവേ, ഞങ്ങൾക്ക് അഭിമുഖമായി തൂങ്ങിക്കിടക്കുന്നതിനിൽ ഞങ്ങളെ ദൃഷ്ടികൾ പതിയുമാറാകണമേ. കഷ്ടതകളുടെ മധ്യാഹ്നത്തിൽ ആകൽക്കരസ ഞങ്ങൾക്കെതിരായി പ്രയോഗിക്കുന്ന രാത്രിയിലെ കെണികളിൽ നിന്നും പകലിലെ അസ്ത്രങ്ങളിൽ നിന്നും ഞങ്ങൾ ഭയപ്പെടുവാനിടയാകരുതേ. നീ ഞങ്ങളുടെ പ്രബല സങ്കേതമാകുന്നുവല്ലോ. നിന്റെ വലുത് ഞങ്ങൾ എല്ലാവരുടെ മേലും ആവസിപ്പിച്ച് നിന്റെ നാമത്തിലുള്ള ഞങ്ങളെ ഈ സമ്മേളനത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ സ്ലീബായാകുന്ന ശ്രേഷ്ഠമായ അടയാളത്താൽ ഞങ്ങളെ ആത്മാക്കളെ കാത്തുരക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങൾ സദാ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഉചിതമായ സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശോ വബകുല സുബ്ഹാൻ ലവൽ മീൻ. ആമേൻ. താതൻ തന്നെ ആത്മജനാകും കർത്താവേ, ധിക്കാരികളെ സാരേല്യ ശ്രീപാമേൽ നിന്നെ തൂക്കി ഉന്നമതേറ്റ വിലാവിൽ നീ നൊഴുകി ശോണിതവും നീരും ഗോകുൽത്തായിൽ ശ്രീപാമേ ജീവനെഴുന്നൊഴുകി വിശ്വാസത്താൽ പതിതന്മാർ വിഗ്രഹ സേവയിൽ നിന്നേറി ഉന്മാദിനിയാം സിയോൻ സുത ഗോകുൽത്തായിൽ ദൈവത്തിൻ സുതനെ തൂക്കി രോഗങ്ങളെയാറ്റുമ്പോൾ തൻ തലമേൽ വഴിയാൽ താടിച്ചു തുപ്പിരുവദനത്തിന്മേൽ നമ്മെ പറുദീസയിലേറ്റാൻ നമ്മുടെ ദീനകുലത്തിനാൾ അടിയും കഷ്ടതയും ദുഷിയും പരമേറ്റോരായി സ്തോത്രം പാലിക്കുമോ. ശുഭവോല പോല ബറോവൻ റോഹോ കാദീശോ പാരശ്രേഷ്ഠ പാതാൽ തസ്കര വിശ്വാസ പാണിപദങ്ങളിലാണിയുമായി നാഥൻ കരുവിൽ തൂങ്ങുമ്പോൾ എൻ പിഴ പോകണമെന്നേമോ പാപവിമോചനമീശ ശീമോൻ കണ്ടു നിഷേധിച്ചു യോഹാനോൻ നിന്നാനഗരെ നിൻവരവയിലോർക്കണമെന്നേ എന്നേവം മോഷ്ടാവാത്തു മെനവോലം വാദാമിൽ പോലം വൽമീരാമി പുണ്യമെഴുന്നോൻ കണ്ടീടും കരുവാതിധന്യ സ്നേഹോനൃപലേവം നമ്മൾ എഴുതി സൃഷ്ടികളോടോതി സ്കീപ്പോസായിൽ തരുവിന്മേ ദൈവസുതൻ തന്നെ വിളിച്ചു അമ്പോടണഞ്ഞകിലം ലിഖിതം നിറവേറ്റി തന്നെ തമ്പും വിമല സഭയ്ക്കു വിലാപഴുതാ പുണ്യമണച്ചോനേ സ്തോത്രം. കൃപ ചെയ്തിടണമേ മഹിതമതാ
സകലരെയും ചേർപ്പാൻ നാഥ ഗരുഡത്തമെനിക്കാരേകി നിൻകവറേറ്റത്താലെന്നാൾ കേഴുന്നേൻ മോദിക്കുന്നേൻ വിഗത സമൂഹത്താൽ ദുഃഖം രക്ഷിത സഭയാലാനന്ദം നിൻകല്ലറ മണവറതുല്യം മകനേ നീ അതിൽ മണവാളൻ മൃതി പൂണ്ടോ തോഴന്മാരായി വാനവരൊപ്പം വാഴുന്നു ദേവാ ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമെൻപാൻ കേളോതി മറിയാം ശാന്ത നിന്നോടാക്കി വൈരാഗ്യം ഉന്മാദിനി സിയോൻ നിന്നിൽ കണ്ടെന്തിഹ നിൻസ്കേൽപ്പായ്ക്കായി മിസറേ നിന്നവളെ വീണ്ടും വൻകടൽ തരണം ചെയ്യിച്ചു സൗഖ്യം ലോകാത്തർക്കേകി പൂർണ്ണസുഖം വാദാത്തർക്കും ക്രൂശകൾക്കായി പകരം ദുഷിയും ദുഷ്ടതയും നൽകി പകരം ജാതികൾ മധ്യേ സംഘത്തെ മഴുചേതറിയിക്കും ദേവാദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമെൻപാൻ നിന്നെ തൂക്കിയ നഗരത്തിൽ ന്യായാധീശൻ വാഴരുതേ നിൻ ശ്ലീവായാം കൺമഴുവാലതു ചുറ്റും ചിതറിയിടട്ടെ നിന്നെ വിധിച്ചൊരു വിധി നിലയെ വിധിനാഥനിരുന്നീടരുതേ നീ പിഴയേറ്റൊരു മഹായിൽ പുണ്യമകുണ്ടായിടരുതേ നിന്നെ സ്കീപ്പായേൽപ്പിച്ച വൈദികനെ കരുതാശ്വാസം അവനതിവേദന ശാശ്വതമായി നരകത്തിൽ പ്രാപിക്കട്ടെ ദേവാ ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമെൻപാൻ സൃഷ്ടികളെ വിലപിച്ചിടുവിൻ കരുവിൽ തൂക്കിയ നാഥൻ ഞാൻ നീക്കുക വിലകളെ നാദാക്ഷേപം മറവാക്കാൻ പാതാളസ്ഥല ദർശിപ്പാൻ നിർമ്മാതാവ് ഗമിക്കുന്നു ഇരുളിൽ താണുദയം ചെയ്യുക ജീവനെന്നവരൂതിയിടും നാദസുസുരതുഷിയേൽപ്പതിനാൽ ഞെട്ടി വിറയ്ക്കുക ഭൂതലമേ
സിംഹാശായിൽ ചേർന്നടിയാ നേടണം അവകാശം രാജ്യദേവാ ദയുണ്ടാകേണം നാഥാ കൃപ തോന്നേണമന്മാ തൻ വസ്ത്രമുരിഞ്ഞു ശബ്ദർ പൂരം സംഭ്രമമുഴുമേവി സെഹിയോ തൻ ദുഷ്കൃത്യത്താ വസുധാധാരം ഭ്രമമാണ്ടു തൻ ഭാരത്തെ താങ്ങീട ഗോകുൽ താക്ലേശിച്ചേറ്റം ഞങ്ങൾക്കായുള്ള വായൊരു നീ വ്യതയും താഴ്ചയുമാതിധന്യം നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. Reading from Exodus, the second book of Moses, Barakmo. Now all the congregation of the children of Israel departed from the wilderness of Sin, according to the encampments and by the word of the Lord, encamped in Rehoboth. But there was no water for the people to drink. Therefore the people contended with Moses, saying, "Give us water that we may drink." Moses said to them, "Why do you contend with me? Why do you tempt the Lord?" Thus the people thirsted there for water. The people complained against Moses and said, "Why is it you who has brought us up out of Egypt to kill us, our children and our cattle with thirst?" So Moses cried out to the Lord, saying, "What shall I do with the people? They are almost ready to stone me." And the Lord said to Moses, "Go before this people and take with you some of the elders of Israel. Also take in your hand the rod which you struck the river and go. Behold, I will stand before you there on the rock in Horeb, and you shall strike the rock, and water will come out of it so the people may drink." So Moses did so before the children of Israel. Thus he called the name of the place Temptation and Abuse, because of the abusive language of the children of Israel, and because they tempted the Lord, saying, "Is the Lord among us or not?" Barakimo. The reading from the first book of Moses, Barakimo. Then Amalek came and fought with Israel at Hamdeh. Moses said to Joshua, "Choose a man for us and go out, fight with Amalek. Tomorrow I will stand on the top of the hill with staff of God in my hand." So Joshua did as Moses told, and fought with Amalek while Moses, Aaron and Hur went up to the top of the hill. Whenever Moses held up his hand, Israel prevailed, and whenever he lowered his hand, Amalek prevailed. But Moses put his under him and sat on him. Aaron held his hands, one on one side, and the other side with the other side. So his hand was steady until the sunset, and Joshua defeated Amalek and his people with his sword. Then the Lord said to Moses, "Write this as a remembrance in a book and recite it in the hearing of Joshua. I will utterly blot out the remembrance of Amalek from the under heaven." And Moses built an altar and called it, "The Lord is my banner." He set a hand upon the Lord of banner. The Lord will have the war with Amalek from generation to generation. But ദൈവത്താൽ പ്രേരിതരായ സ്നേഹന്മാർക്കോ ജാതികളിടയിൽ ഭൂതല സീമയതോടും നല്ലവെങ്കേലോ ഐക്കൊള്ളുവോ തോക്കേഴും ഭാഗ്യമിതെന്നറിയിച്ചു The reading from the Epistle of St. Peter, Barakmo. For this is commendable, if because of conscience towards God, one endures grief, suffering wrongfully. For what credit is it if, when you are beaten for your faults, you take it patiently? But when you do good and suffer, if you take it patiently, this is commendable before God. For to this you were called, because Christ also suffered for us, leaving us an example, that you should follow his steps, who committed no sin, nor was deceit found in his mouth, who, when he was reviled, did not revile in return when he suffered.
he did not threaten, but committed himself to him who judges righteously, who himself bore our sins in his own body on the tree, that we, having died to sins, might live for righteousness, by whose stripes you were healed. For you were once like a sheep going astray, but have now returned to the shepherd and overseer of your souls. Barak Mo. പരിശുദ്ധനായ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ബാറക്കുമോ. യഹൂദിയായാലും ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയമില്ലാത്തവനായിരുന്നു. മുമ്പേ നമ്മെ ഉപദ്രവിച്ച് താൻ മുമ്പേ പിടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിച്ചു എന്ന് മാത്രം. അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്വത്തെ മഹത്വപ്പെടുത്തി. 14 ആണ്ട് കഴിഞ്ഞിട്ടും ഞാൻ ബർണ്ണബാസുമായി തീത്തോസിനെ കൂട്ടിക്കൊണ്ട് വീണ്ടും യെരൂശലേമിലേക്ക് പോയി. ഞാൻ ഒരു വെളിപാടനുസരിച്ചത്രേ പോയത്. ഞാൻ ഓടിയതോ വെറുതെ ആവാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷ പ്രമാണികളോട് വിവരിച്ചു. എൻ്റെ കൂടെയുള്ള തീത്തോസ് യവനൻ എങ്കിലും പരിച്ഛേദനായേൽക്കുവാൻ അവനെ ആരും നിർബന്ധിച്ചില്ല. അതോ മുഴഞ്ഞു വന്ന കള്ള സഹോദരൻ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തു യേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ മുഴഞ്ഞു വന്നിരുന്നു. സുവിശേഷത്തിൻ്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. പ്രമാണികളായവരോ അവർ പണ്ടെങ്ങനെയുള്ളവർ എന്നായിരുന്നാലും എനിക്ക് ഏതുമില്ല. ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല. പ്രമാണികൾ എനിക്ക് ഒന്നും ഗ്രഹിച്ചു തന്നില്ല. നേരെ മറിച്ച് പരിച്ഛേദനക്കാർ അപ്പോസ്തലത്വത്തിനായി പത്രോസിന്റെ കൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചതുകൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിൽ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രധർമ്മക്കാരുടെ ഇടയിൽ സുവിശേഷഘോഷണം വരമേൽപ്പിച്ചിരിക്കുന്നു എന്നുകൊണ്ടും എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞിട്ടുകൊണ്ടും തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫായും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിൽ അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം എനിക്കും ബർണ്ണബാസിനും കൂട്ടായ്മയും വലം കൈവന്നു. ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണമെന്ന് മാത്രം അവർ പറഞ്ഞു. അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചുമിരുന്നു. എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നപ്പോൾ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്തു നിന്നു. യാക്കോബിന്റെ അടുക്കൽ നിന്നും ചിലർ വരും മുമ്പേ അവൻ ജാതികളുടെ കൂടെ നിന്നു പോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ടു പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. ബാറക്കും